ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ ഗോൾ രഹിത സമനിലകളൊന്നും പിറന്നിരുന്നില്ല. എല്ലാ മത്സരങ്ങളിലും അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും പിറക്കുന്നുണ്ട് എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം മലയാളി താരമായിട്ടുള്ള ലക്സ്ജിയുടെ അസാമാന്യമായിട്ടുള്ള പ്രതിരോധ മികവിന്റെ ബലത്തിൽ ഹൈദരാബാദ് എഫ് സി ചെന്നൈയിൻ എഫ് സി ഗോൾ രഹിത സമനിലയിൽ പിടിച്ചത്. അതിനുശേഷം തൊട്ടടുത്ത മത്സരവും ഗോൾ രഹിത സമനിലയിൽ തന്നെ വിരിഞ്ഞിരിക്കുകയാണ്. കരുത്തന്മാരായിട്ടുള്ള ബംഗളൂരു എഫ് സി മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഈ ഡയസിന്റെ കിഡിലൻ മൂവ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഗോളിൽ കലാശിച്ചില്ല. രണ്ട് ടീമുകളും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പം കളിയുടെ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോട്ടുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിന്നത് മുംബൈ സിറ്റിയാണ്. 14 ഷോട്ടുകൾ അവർ എതിർത്തപ്പം ബംഗളൂരു ആകെ 9 ഷോട്ടാണ് എതിർത്തത്. ഓൺ ടാർജറ്റിലേക്ക് രണ്ടുപേരും 3 ഷോട്ട് വീതം എതിർത്തു. പിന്നെ ബോൾ പൊസിഷന്റെ കാര്യം ഏകദേശം സിമിലർ ആണ്. 43% മുംബൈ സിറ്റി, 57% ബംഗളൂരു എഫ് സി. പാസുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബംഗളൂരു മുന്നിലാണ്. 430 പാസ് ബംഗളൂരു കംപ്ലീറ്റ് ചെയ്തപ്പോൾ 319 മാത്രമാണ് മുംബൈക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആക്യുറസിയുടെ കാര്യത്തിലും ബംഗളൂരു മുന്നിൽ തന്നെയാണ്. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഒരുപോലെ തന്നെ മുന്നോട്ട് വരികയാണ്. രണ്ട് പരിശീലകരും ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ടിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഗോൾ രഹിത സമനില എന്ന് പറഞ്ഞ വിരസമായിട്ടുള്ള ഒരു മത്സരമായിരുന്നില്ല. അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു കിടിലൻ പോരാട്ടം തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ലീഗ് കേരളയിലും ഇന്ന് സമനില തന്നെയായിരുന്നു. രണ്ട് ഇടത്തും സമനിലയുമായിട്ട് ടീമുകൾക്ക് പിരിയേണ്ടി വന്നു. മറ്റൊരു ഓവർ ഡിഫൻസ് കാരണം 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന തരത്തിലാണ് 1-1 സമനിലയിൽ പോരാട്ടം അവസാനിച്ചത്.